ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മൾ ലാലേട്ടൻ്റെ വരാനിരിക്കുന്ന മൂവീസ് 2025 ഇറങ്ങാൻ പോകുന്ന മൂവീസിനെ കുറിച്ച് നമുക്കറിയാം. നമുക്ക് ഏറെ പ്രതീക്ഷയുള്ള ഒരുപാട് മൂവീസ് വരാനുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു മൂവി നമ്മൾ ഓൾറെഡി സംസാരിച്ചതാണ്. അതിനെ പറ്റിയിട്ടൊക്കെ തുടരും. തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും എന്ന മൂവി. അതിൻ്റെ പ്രത്യേകതകൾ തന്നെയാണ്. ഒന്ന്, എനിക്കൊന്ന് ലാലേട്ടൻ സസിൽ ഈ അടുത്ത കാലത്ത് ഒരു ന്യൂ കമ്മറായ ഒരു യങ് ഡയറക്ടറുടെ കൂടെ വരുന്ന മൂവി ഈ തുടരും തന്നെയല്ലേ ആണ്. തരുൺമൂർത്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ 2 മൂവീസ് മുന്നേ ചെയ്ത് രണ്ടും ഗംഭീര മൂവീസാണ്. മുന്നേ ചെയ്ത സൗദി വെള്ളമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മൂവിയാണ്. സോ അദ്ദേഹം ലാലേട്ടനെ വെച്ചൊരു മൂവി ചെയ്യുമ്പം ഭയങ്കര പ്രതീക്ഷയുണ്ട്. അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഷൂട്ടിംഗ് കഴിഞ്ഞു, പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിലാണ്. ജനുവരി 30 റിലീസ് ചെയ്യാണ്. കാരണം അടുത്ത മാസം റിലീസ് ചെയ്യാൻ പോവാണ്. അതൊക്കെ നമുക്കറിയാം. എന്നാൽ അതിൻ്റെ ഒരു പോസ്റ്റർ മാത്രം നമ്മളെ മുമ്പിലേക്ക് വന്നു. ഒരു പോസ്റ്റർ, എൻ്റെ ടൈറ്റിൽ അനൗൺസ് ചെയ്തുകൊണ്ട് വന്ന പോസ്റ്റർ. അപ്പോൾ ആ പോസ്റ്റർ വന്നിറങ്ങിയ ടൈമിൽ നമ്മൾ ഒരുപാട് റിയാക്ഷൻ, പല വീഡിയോസും കണ്ട് എല്ലാവരും അതിനെ ഡീകോഡ് ചെയ്തിട്ട് പല കാര്യങ്ങളതിനെ പറ്റി പറഞ്ഞ് പല പ്രതീക്ഷകളുണ്ട് ആ സിനിമയ്ക്ക്. അതായത് ഒരു സാധാരണ മൂവിയാണ്. ഇതുവരെ നമ്മളിപ്പോൾ അതിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളും അതിൻ്റെ കാര്യങ്ങളും എന്തും കേൾക്കുന്നത് ഒരു സാധാരണ മൂവിയായിട്ടാണ്. വെറും ഒരു സാധാരണ മൂവി, ലാലേട്ടൻ ടാക്സി ഡ്രൈവറായിട്ട് അഭിനയിക്കുന്ന ഒരു സാധാരണ മൂവി. എന്നാൽ ആ ചെറിയ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത്, അതായത് ആ ടൈറ്റിലുണ്ടായിരുന്ന ചെറിയ തുന്നിക്കെട്ടുകളൊക്കെ നമ്മൾ അത് കോട്ട് ചെയ്തും കൊണ്ട് നമ്മൾ പലരും, ഞാനടക്കം എനിക്ക് തോന്നുന്നു പല യൂട്യൂബേഴ്സും പറഞ്ഞത് കേട്ടിട്ടുണ്ട്, ഇതിൽ വേറെ വലിയൊരു സംഭവം വരാനുണ്ടെന്ന്. അതായത് നമ്മളെന്തോ വെറുതെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ അപ്പം ഇതിന് ഡയറക്ടർ വന്നിട്ട് അതിനൊരു റീപ്ലൈ പോലെ റെസ്പോണ്ട് ചെയ്തിരുന്നു. ഞാൻ അതിൻ്റെ ഒഫീഷ്യൽ വീഡിയോ ഒന്നും കണ്ടില്ല. പക്ഷെ എന്നാൽ ഇപ്പം ഇന്ന് ഒരു രജപുത്ര അവരുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട് തരുൺമൂർത്തിനെ പറ്റി സംസാരിക്കുന്നത്. അത് നമുക്കൊന്ന് കാണാം ആദ്യം. നമുക്ക് എന്നിട്ട് അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. നമ്മളത് കണ്ടിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം ആദ്യം. മോഹൻലാൽ എന്ന് പറഞ്ഞ ആക്ടറിനെ വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന എൻ്റെ സിനിമ, അല്ലെങ്കിൽ ഞങ്ങളുടെ സിനിമ, അതിന് ലാലേട്ടൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ലാലേട്ടനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. എൻ്റെയൊക്കെ വീടിന് അപ്പുറത്തോ അയലോക്കത്തോ ഒക്കെ കണ്ടിട്ടുള്ള ഒരു ടാക്സി ഡ്രൈവർ, അയാളുടെ കുടുംബം, അയാളുടെ ചുറ്റുമുള്ള കഥാപാത്രങ്ങൾ, കൂട്ടുകാർ, അയാളുടെ രസകരമായ മുഹൂർത്തങ്ങൾ, അയാളുടെ ലൈഫ്, അങ്ങനെയാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ടോ എന്ന് വെച്ചാൽ അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് ഞങ്ങൾ തുന്നിക്കെട്ടിയിരിക്കുന്നത്, നമ്മുടെ തുടരും എന്ന് പറഞ്ഞ പോസ്റ്റർ വെച്ചിട്ട് എങ്ങനെയാണ് തുന്നിക്കെട്ടിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ റിലീസ് വരെ കാത്തിരിക്കേണ്ടി വരും. നമ്മൾ ഈ സിനിമയിൽ നടന്നു പോകുന്ന കുറേ മൊമെൻറ്റുകളുണ്ട്, ഇവൻറ്റ്സ് ഉണ്ട്. ആ ഇവൻറ്റ്സിലേക്ക് ഇന്നത്തെ ലാലേട്ടൻ കടന്നു പോയി കഴിഞ്ഞാൽ, ഇന്നത്തെ ലാലേട്ടൻ്റെ രീതികളിൽ കടന്നു പോയി കഴിഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. തലമുറകളുടെ നായകനായിട്ടുള്ളൊരു മോഹൻലാലിനെ കാണാൻ, അല്ലെങ്കിൽ മോഹൻലാലിനൊപ്പം ശോഭന ചേരുമ്പോൾ കിട്ടുന്ന ഒരു കെമിസ്ട്രി കാണാനാണ് ഞങ്ങൾ വിളിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഊഹിച്ചു കൂട്ടുന്നതും മെനഞ്ഞു കൂട്ടുന്നതുമൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് തന്നെ ബാധ്യതയായേക്കാം. ഒരാളുടെ ജീവിതം തുടരുമെന്ന് പറഞ്ഞു നിർത്തുന്ന പോലത്തെ ഒരു പേര്. അപ്പം തുടരുമില്ല തുന്നിക്കെട്ട് എന്താണെന്നുള്ളത് സിനിമ തന്നെ പറയട്ടെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. സത്യത്തിൽ അപ്പം ഈ വീഡിയോയിൽ നമ്മൾ കേട്ടാൽ മനസ്സിലാവും, ഇതിൽ ഡയറക്ടർ തരുൺമൂർത്തി ഉദ്ദേശിക്കുന്ന 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഓവർ പ്രതീക്ഷ. നമ്മൾ എന്തൊക്കെയോ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്നല്ല, ഈ കാണുന്നൊന്നല്ല മൂവി, ഇതിനപ്പുറം വലിയൊരു സംഭവം ഉണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ അത് തിയേറ്ററിൽ പോകുമ്പോൾ ആ സിനിമ അതല്ലെങ്കിൽ നമുക്ക് ഭയങ്കര നിരാശയായിരിക്കും. സോ ഈ ഒരു വീഡിയോയിൽ അദ്ദേഹം ഈ വീഡിയോ എടുക്കാൻ കാരണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സംഭവത്തിലേ ഉള്ളൂ. ഒന്ന്, എന്താണെന്ന് ഇപ്പോഴും നമുക്ക് അറിയില്ല. ചെറിയ ഹിന്റുകൾ തരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ തന്നെ, അതായത് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ലാലേട്ടൻ ഫാൻസിനെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഇതിലുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം അതെന്തായിരിക്കുമെന്ന ഒരു സർപ്രൈസ് ഉണ്ട് എന്തായാലും അപ്പം ഇതിൽ. ഓക്കെ, അപ്പം കാരണം തൊട്ട് അങ്ങനെ പറയില്ല, നമ്മൾ പറഞ്ഞില്ലാത്ത രീതിയിലാണ് ഇദ്ദേഹം സംസാരിച്ചത്. അതായത് ഒരു സാധാരണ മൂവിയാണ് ലാലേട്ടൻ, അങ്ങനെ ലാലേട്ടൻ്റെ സ്വരസിദ്ധമായ നമുക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു നാച്ചുറലായിട്ട് വരുന്ന ലാലേട്ടൻ്റെ ഭാവങ്ങളും പല ഇവൻസിലൂടെ കടന്നു പോകുന്ന
പല ഇവൻസിൽ കൂടെ കടന്നു പോകുന്ന ഇപ്പോഴത്തെ ലാലേട്ടൻ. അപ്പം ഇദ്ദേഹം ഈ വീഡിയോയിൽ പറഞ്ഞ തരുണമൂർത്തി പറഞ്ഞ 2-3 പോയിന്റുകൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് അപ്പോഴും നമുക്ക് ചില ഡൗട്ടുകൾ തോന്നും. അതായത് എന്തോ ഉണ്ട് സ്പെഷ്യലായിട്ട്, പക്ഷെ അത് എത്രത്തോളം നമ്മൾ പ്രതീക്ഷിക്കുന്നതാണോ നമുക്കറിയില്ല. പക്ഷെ എന്തോ ഉണ്ട് എന്നാണ് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നി. അങ്ങനെ കേട്ടോ അദ്ദേഹത്തിൻ്റെ പറച്ചിൽ, അതായത് എടുത്തു പറയുന്നുണ്ട് യങ്സ്റ്റേഴ്സിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഇതിലുണ്ട്. പക്ഷെ അതെങ്ങനെയാണ്, ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങളായിരിക്കില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് വലിയ കാര്യമായിരിക്കും. ഈ നമ്മൾ ആ ടൈറ്റിലെ തുന്നിക്കെട്ടുകളെ പറ്റി നമ്മൾ പല റിവ്യൂവേഴ്സും പറഞ്ഞു തന്നിട്ടുണ്ട്. സോ അതും ഇദ്ദേഹം പറയുന്നത് ആ തുന്നിക്കെട്ടുകൾ എന്താണെന്ന് അറിയാൻ നിങ്ങൾ റിലീസ് വരെ വെയിറ്റ് ചെയ്യേണ്ടിരുന്നു പറയുന്നത്. അപ്പം ആ തുന്നിക്കെട്ടുകൾക്ക് നമ്മൾ വിചാരിച്ച പോലെ ഒരു പ്രത്യേകത ഉണ്ട് ആ ടൈറ്റിലെ തുന്നിക്കെട്ടുകൾ. എന്താണെന്ന് പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം തന്നെയാണോ നമുക്ക് അറിയില്ല. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബെറ്റർ നമ്മൾ ഒരു പ്രതീക്ഷയും വെക്കാതെ ഒരു സാധാരണ സിനിമ കാണാൻ പോകുന്ന മട്ടിൽ ഈ സിനിമ പോയി കണ്ടാൽ നമുക്ക് എന്തെങ്കിലും സർപ്രൈസ് എലമെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ തലയിൽ കയറി എന്തോ ഇതിൽ ബാക്ക് സ്റ്റോറി എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഈ സിനിമ കാണാൻ പോകുമ്പോൾ ഓൾറെഡി നമ്മൾ എല്ലാവരും ഉള്ളിലുണ്ട്. അപ്പോൾ അങ്ങനെ പോയാൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച കാര്യം ആയിരുന്നില്ലെങ്കിൽ നമുക്കത് നിരാശയായിരിക്കാൻ ചാൻസ് ഉണ്ട്. സോ അത് ഓൾറെഡി ഇങ്ങനെ ഒരു സ്പ്രെഡ് ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ആ വീഡിയോ കൂടെയും പറയാൻ കാരണം. എന്നാൽ പൂർണ്ണമായും ഒന്നുമില്ല എന്ന് പറയുന്നുമില്ല. അവിടെ ഇവിടെയും തൊട്ട് ഇതിൽ അംബാസിഡർ കാറ് കാണുമ്പോൾ നമ്മൾ ലൂസിഫറിന്റെ കാറിനെ പോലെ നോർമൽ അംബാസിഡർ ടാക്സി കാറായിട്ടല്ല, കുറച്ചും കൂടി ചെറിയ സൈസ്. അപ്പം എന്തെങ്കിലും ഒരു പ്രത്യേകത ചിലപ്പോൾ ഉണ്ടാവും, നമുക്കറിയില്ല. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണോ അറിയില്ല. പക്ഷെ എന്തോ ആ തുന്നിക്കെട്ടുകൾക്ക് എന്തോ ഒരു അർത്ഥമുണ്ട്. നമുക്കത് എന്തായാലും റിലീസ് വരെ വെയിറ്റ് ചെയ്യാം, എന്താണെന്ന് അറിയാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ വേണ്ടി കാണാം.